നറൂട്ടോ അനിമെ തന്നെ ഏറ്റവും അധികം ഫാൻസ് ഉള്ള രണ്ട് ഫാൻ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് ഇറ്റാച്ചി ഉച്ചിഹ ആൻഡ് മദാറ ഉച്ചിഹ. പക്ഷേ നറൂട്ടോ ഷോ ഫുള്ളായിട്ട് തന്നെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് പോലും വന്നിട്ടില്ല. ഫാൻസ് എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫൈറ്റാണ് ഇവർ തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇറ്റാച്ചി ആൻഡ് മദാറ തമ്മിലുള്ള ഒരു ഫൈറ്റ് വെച്ചാൽ ആര് ജയിക്കുമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതേപോലുള്ള കുറേ വെസസ് വീഡിയോയും ഇനി കാണാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി രണ്ടിലധികം വെസസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്ത് വെക്കാം. ടൈം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുവരെ കണ്ട ഇറ്റാച്ചി എല്ലാം തന്നെ ചാക്ര സിക്നസ് ഉള്ളൊരു ഇറ്റാച്ചിയാണ്. ഉച്ചിയ ക്ലാൻ മാസക്കറിന് ശേഷം ഇറ്റാച്ചിക്ക് വലിയൊരു ക്രോണിക് ഇൽനെസ് വന്നിരുന്നു. ഇതുപോലുള്ള ഒരു ഇൽനെസ് ഉണ്ടായിട്ട് പോലും ഇറ്റാച്ചി ഇത്ര പവർഫുൾ ആണെങ്കിൽ ഇൽനെസ് ഇല്ലാത്ത ഇറ്റാച്ചി വാറാർക്കിലുണ്ടായിരുന്ന എറ്റേണൽ മാഗയ്ക്ക് ശരിങ്കൻ അവേക്കൻ ചെയ്ത സാസ്കേനേക്കാളും ട്വൈസ് എമൗണ്ട് ഓഫ് ചക്ര ഇറ്റാച്ചിക്ക് ഉണ്ടാകും. അപ്പോൾ ഈ വെർഷൻ ഓഫ് ഇറ്റാച്ചി റിനേഗൻ അൺലോക്ക് ചെയ്ത് മദറേൻ്റെ കൂടെ ഫൈറ്റ് ചെയ്താൽ പോലും ജയിക്കുമെന്ന് കുറേ ഫ്രണ്ട്സും വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടി ഒരു 2 seconds സൈലൻസ്. കാരണം റിനേഗൻ അൺലോക്ക് ചെയ്ത് മദറേൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഇറ്റാച്ചിക്ക് ജയിക്കാനുള്ള ചാൻസ് വെറും 0 ആണ്. റിനേഗൻ മദറ ഇറ്റാച്ചിനോട് ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് ടു മച്ച് ആണ്. എന്നിട്ടും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മദാറ ഉച്ചിഹ ഇറ്റാച്ചിനെ ബാർബിക്യൂ ഉണ്ടാക്കിയിട്ട് ഡിന്നറിന് കഴിക്കും. സോ ആ ഒരു ലെവലിലൊന്നും ഇറ്റാച്ചിനെ സ്കെയിലിംഗ് ചെയ്യാൻ പറ്റൂല. കാരണം റിനിഗൻ വെർഷൻ ഓഫ് മദാറയ്ക്ക് എല്ലാ പവേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പവർഫുൾ ബീങ് ആണ്. അപ്പോൾ പറഞ്ഞു വന്നിരുന്നത് വാറാർക്കിലുണ്ടായിരുന്ന EMS സാസ്കേനേക്കാളും ട്വൈസ് എമൗണ്ട് ഓഫ് ചക്രയും ഒരു ഹെൽത്തി ബോഡിയും ഉണ്ടായിരുന്നെങ്കിൽ അതായിരിക്കും ഇറ്റാച്ചിയുടെ പ്രൈം വെർഷൻ. അപ്പോൾ റിനിഗൻ മദാറ വെർഷൻ ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള വെർഷൻ ആയതുകൊണ്ട് തന്നെ അതങ്ങ് മാറ്റിവെക്കാം. മദാറയുടെ വേറൊരു പ്രൈം വെർഷൻ നോക്കുവാണെങ്കിൽ അശ്രാമ സേജ് മോഡ് മദാറ. ഈ വെർഷൻ മദറേൻ്റെ കൂടെ ഇറ്റാച്ചിക്ക് ഈക്വലി നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നോ വേ എന്നാണ്. ഇതിൻ്റെ കാരണം ഓബിയസ് ആയിട്ട് അശ്രാമയുടെ വുഡ് സ്റ്റൈൽ, റീജനറേഷൻ, സേജ് മോഡ് പവർ എല്ലാം തന്നെ മദറയ്ക്കുണ്ട്. അതും ഇറ്റാച്ചിക്ക് ഭയങ്കര ഓവറാണ്. ഒരു ഫെയർ ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കണമെങ്കിൽ ജീവനോടുണ്ടായിരുന്ന മദാറ വെസസ് ഇറ്റാച്ചി തമ്മിൽ ഒരു ഫൈറ്റ് വെച്ചാൽ അതൊരു ഈക്വൽ വെർഷൻ ആയിരിക്കും. സോ ജീവനോടുണ്ടായിരുന്ന പ്രൈം വെർഷൻ മദാറ വെസസ് ഏതൊരു ഇൽനെസ്സും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള പ്രൈം ഇറ്റാച്ചി. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെജൻഡറി ബാറ്റിൽ കിക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. 2000 years later. ആദ്യമേ ഇവർ തമ്മിൽ ടൈജിറ്റ്സു ബാറ്റിൽ ചെയ്താൽ ആര് ജയിക്കുമെന്ന് നോക്കുമ്പോൾ ഇറ്റാച്ചി ഒരു സ്കിൽഡ് ആയിട്ടുള്ള ടൈജിറ്റ്സു യൂസറാണ്. എന്നാൽ പോലും മദറയോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റാച്ചിയുടെ ഒരു പൊടി പോലും കിട്ടൂല. കാരണം നിഞ്ചുറ്റ്സുവിനെ അടുത്തടുത്ത ജനറേഷനിൽ ഫ്ലോലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ ടൈജിറ്റ്സു അങ്ങനെയല്ല. അത് പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഫൈനസ്റ്റ് ആയിട്ട് മാറുന്നത്. മദറ തൻ്റെ കൊച്ചു വയസ്സ് തൊട്ടേ കുറേ ഫൈറ്റ്സിൽ ബാറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈജിറ്റ്സുവിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത ക്യാരക്ടറാണ് മദാറ ഉച്ചിഹ. അതുകൊണ്ട് തന്നെ മദറേൻ്റെ കൂടെ ഈക്വലിൽ നിന്ന് ടൈജിറ്റ്സു ബാറ്റിൽ ചെയ്യാൻ ഹശ്രാമ സെഞ്ചു, മൈറ്റ് ഗൈ ഇവരെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. ഇറ്റാച്ചിക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ പോലും ഒരു സിറ്റുവേഷനിൽ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് വേറെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ടൈജിറ്റ്സു ബാറ്റിൽ ചെയ്യുന്നതും വേറെയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്ക് നല്ല റിയാക്ഷൻ സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മദറേനെ ടൈജിറ്റ്സു ബാറ്റിൽ ഡിഫീറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. ഓക്കെ, ഇനി നിഞ്ചുറ്റ്സു. ഇറ്റാച്ചി ആൻഡ് മദറ ഇവർ രണ്ടുപേരും തന്നെ നിഞ്ചുറ്റ്സു യൂസ് ചെയ്യുന്നതിൽ ബീസ്റ്റാണ്. ചാക്ര സിഗ്നസി ഉണ്ടായിരുന്ന ഇറ്റാച്ചിയുടെ ചാക്ര കൺട്രോൾ തന്നെ ഭയങ്കരമായിരുന്നു. അതുമാത്രമല്ല സിംഗിൾ ഹാൻഡ് കൊണ്ട് തന്നെ ഹാൻഡ് സൈൻ യൂസ് ചെയ്ത് ജുറ്റ്സു ക്യാച്ച് ചെയ്തിരുന്നു. ഇതുമാത്രമല്ല ഇറ്റാച്ചി എഡോ ടെൻസോയിലിരിക്കുമ്പോൾ നാഗറ്റോ അവിടെ ചിബാക്കു ടെൻസ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവരെ അതിനെ എന്ത് ചെയ്യണമെന്ന് ആർക്കും തന്നെ അറിയൂല. പക്ഷേ ഇറ്റാച്ചി ആണ് അത് എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യണമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതും ഫസ്റ്റ് എൻകൗണ്ടറിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ ചെയ്യും. ഇതൊന്നും സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി പെട്ടെന്ന് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. കുറേ പേരും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് മദാറ ഉച്ചിഹയുടെ മാഗേക്കു ഷെറിങ്കൻ എബിലിറ്റി എന്തിനാണെന്ന്. അതിൽ കുറച്ച് തിയറി ഉണ്ട്. ക്ലോൺസിനെ കണ്ടുപിടിക്കുന്നതാണ് മദാറ ഉച്ചിഹയുടെ മാഗേക്കു ഷെറിങ്കൻ എബിലിറ്റി എന്ന്. പക്ഷേ ഇതിനെപ്പറ്റി എവിടെയും പറഞ്ഞിട്ടോ ടീസ് ചെയ്തിട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് തിയറി മാത്രമാണ്. എന്നാൽ മദറേനെ കൊണ്ട് 5 seconds ടൈം റിവേഴ്സ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും പറ്റുമെന്ന് വേറൊരു തിയറി ഉണ്ട്. ഇതാണ് മദാറ ഉച്ചിഹയുടെ മാഗേക്കു ഷെറിങ്കൻ എബിലിറ്റി എന്ന് കുറേ ഫാൻസും ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇതൊരു ക്യാനൻ ആണെന്ന് എവിടെയും അനൗൺസ് ചെയ്തിട്ടില്ല. നറൂട്ടോ നിഞ്ച സ്റ്റാർട്ട് ഗെയിമിൽ വരുന്ന ഒരു കട്ട് സീൻ മാത്രമാണത്. ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പേഴ്സ് നറൂട്ടോ അനിമേറ്റ് ചെയ്ത സ്റ്റുഡിയോസിൻ്റെ കൂടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതൊരു ക്യാനൻ ആണെന്ന് പറഞ്ഞ് കുറേ റൂമേഴ്സ് ചുറ്റിക്കറങ്ങുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും നറൂട്ടോ ടീം അനൗൺസ് ചെയ്തിട്ടില്ല. അതേപോലെയാണ് ഇന്ദ്ര വെസസ് അശ്വര ഫൈറ്റ് നടക്കുമ്പോൾ അതിൽ റസിംഗൻ, ചിഡോറി, അശ്രാമയുടെ 1000 ആം ജുറ്റ്സു ഈ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇത് കണ്ടിട്ട് കുറേ പേരും പറയുന്നത് ഇവരാണ് ഈ പവേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയും. പക്ഷേ ഇതെല്ലാം തന്നെ ഫില്ലർ എപ്പിസോഡാണ്. ക്യാനൻ എന്ന് പറഞ്ഞാൽ മാത്രമാണ് അതൊരു ഒഫീഷ്യലായിട്ട് ആകുന്നത്. ഫില്ലർ എപ്പിസോഡിൽ ആർക്ക് ഏത് പവർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ട് അത് ഒറിജിനലോ കാനനോ ആവണമെന്നില്ല. ആദ്യമേ ഇത് കുറേ ഫ്രണ്ട്സും മനസ്സിലാക്കണം. സോ ഇറ്റാച്ചിയുടെ സുക്യോമിയിലൊക്കെ മാദറേനെ പോലെ ഒരു പവർഫുൾ ഷിനോബി അകപ്പെടാൻ ചാൻസേ ഇല്ല. എന്നാൽ അമത്തറാസ് യൂസ് ചെയ്യുമ്പോൾ മാദറ എങ്ങനെ എസ്കേപ്പ് ആവുമെന്നുള്ളതാണ് വലിയ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് എസ്കേപ്പ് ആവണമെന്നുണ്ടെങ്കിൽ തേർഡ് റൈക്കാകെ അല്ലെങ്കിൽ മൈറ്റ് ഗെയിനെ പോലെ ലൈറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഷിനോബീസിനെ മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മിനാട്ട് നാമികാസിനെ പോലെ റിയാക്ഷൻ സ്പീഡ് പ്ലസ് റിഡിക്കുലസ് ആയിട്ടുള്ള ഫ്ലൈയിങ് റൈജിൻ ജുറ്റ്സു യൂസ് ചെയ്താൽ മാത്രമേ എസ്കേപ്പ് ആവാൻ സാധിക്കത്തുള്ളൂ. സോ സൂസനോ അവേക്കൻ ചെയ്യാത്ത ബാറ്റിലിൽ ഇറ്റാച്ചിയുടെ അമത്തറാസുവിൽ നിന്ന് മാദറയ്ക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല. EMS മദറേൻ്റെ അടുത്ത് ലൈറ്റ് സ്പീഡോ സ്പേസ് ടൈം ജുറ്റ്സുവോ ഇതൊന്നും തന്നെ ഇല്ല. സോ അവിടെ സൂസനോ അവേക്കൻ ചെയ്യുന്നതാണ് ഒരേ ഒരു ഓപ്ഷൻ. എന്നാൽ ഇറ്റാച്ചിയുടെ സൂസനോയുടെ കയ്യിൽ യാട്ടാ മിറർ ആൻഡ് ടോട്സുക ബ്ലേഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാദറയ്ക്ക് ക്ലോസ് കോമ്പാറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാദറയുടെ സൂസനോ എത്ര പവർഫുൾ ആണെങ്കിൽ പോലും, അതുമല്ലാതെ ഇറ്റാച്ചിനെക്കാളും ചാക്കറ ഉണ്ടെങ്കിൽ പോലും മാദറ ഡയറക്റ്റ് ആയിട്ട് പോയി ഇറ്റാച്ചിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇറ്റാച്ചിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. മാദറ ഉച്ചിഹ അവിടെ ക്ലോസ് ആയിട്ട് പോകുമ്പോൾ ഇറ്റാച്ചി ടോട്സുക ബ്ലേഡ് എടുത്ത് അവിടെ അടിച്ചാൽ അതൊരു വൺ ഷോട്ട് കില്ലാകും. മാദറയ്ക്ക് അവിടുന്ന് എസ്കേപ്പ് ആവാൻ ഒരു ചാൻസുമില്ല. ഇതുമാത്രമല്ല മാദറയുടെ സുസനോയുടെ മേലിൽ ഇറ്റാച്ചിക്ക് അമത്തറാസ് യൂസ് ചെയ്യാൻ സാധിക്കും. ചാക്ര സിക്നസ് ഉള്ള ഇറ്റാച്ചിക്ക് തന്നെ ഒരു ദിവസത്തിൽ 3 തവണ അമത്തറാസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എറ്റനൽ മാങ്കിക്ക് ശരിങ്ങനെയുള്ള ഹെൽത്തി ആൻഡ് പ്രൈം ഇറ്റാച്ചിനെ കൊണ്ട് 7 or 8 ടൈംസ് തന്നെ അമത്തറാസ് യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇപ്പോൾ രണ്ടുപേരും EMSൽ പെർഫെക്റ്റ് സുസനോ ബാറ്റിൽ ചെയ്യുമ്പോൾ ഓബിയസ്ലി ഇറ്റാച്ചിക്ക് അമത്തറാസ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇറ്റാച്ചിയും സുസനോയിലുള്ളതുകൊണ്ട് തന്നെ ഇറ്റാച്ചിക്കും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാൻ സാധിക്കില്ല. അവിടെ വെച്ച് മാദറ ഒരു റാൻഡമായിട്ടുള്ള പാറ്റേണിൽ സർക്കിൾ ഷേപ്പിൽ പറഞ്ഞാൽ ഇറ്റാച്ചിനെ കൊണ്ട് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്ത് അമത്തറാസു കാസ്റ്റ് ചെയ്യാൻ പറ്റൂല. സൂസനോയിൽ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ മാദറയ്ക്കും ക്ലോസ് റേഞ്ചിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ടോട്സുക ബ്ലേഡ് വഴി ഇറ്റാച്ചിക്ക് മാദറേനെ സീൽ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ മാദറയ്ക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റാച്ചിനെക്കാളും ചാക്ര റിസർവ് മാദറയ്ക്ക് ഭയങ്കര അധികമാണ്. സോ ആദ്യമേ ചക്ര റൺ ആകുന്നത് ഇറ്റാച്ചിക്കായിരിക്കും. സോ ഇപ്പോൾ ഇറ്റാച്ചിക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ സൂസനെ കൊണ്ട് പറന്നുകൊണ്ട് മാദറേനെ ഫോളോ ചെയ്ത് ടോട്സുക ബ്ലേഡ് വെച്ച് അറ്റാക്ക് ചെയ്യണം. അല്ലെങ്കിൽ അമത്രാസ് കൊണ്ട് മാദറേനെ നോക്കൗട്ട് ചെയ്യണം. ഇതാണ് ഒരു ഫൈനൽ ഓപ്ഷൻ. സോ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഇറ്റാച്ചി ആദ്യമേ ചാക്ര ഡ്രെയിൻ ഔട്ടായി ലൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ മാദറേനെ ഫോളോ ചെയ്ത് ടോട്സുക ബ്ലേഡ് അല്ലെങ്കിൽ അമത്തറാസു വെച്ച് നോക്കൗട്ട് ചെയ്യുന്നോ എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് നടക്കുന്നതെന്ന് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫൈറ്റിൽ ആര് ജയിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ തോട്ട്സ് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഏത് ക്യാരക്ടേഴ്സിൻ്റെ വെസസ് വീഡിയോ വേണമെന്നുള്ളതും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ചെസ്.